എൻ്റെ നാലാമത്തെ മകളാണ് സ്മിത. അവളുടെ നാലാമത്തെ പ്രസവമാണ് അശ്വിനി ആസ്പത്രിയിൽ നടന്നത്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞു കുട്ടീനെ ഞങ്ങളുടെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് പറഞ്ഞു ബ്ലീഡിങ് ആണ്, അതുകൊണ്ട് ഗർഭപാത്രം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഭർത്താവ് ഒപ്പിട്ട് കൊടുത്തു, ഗർഭപാത്രം എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയണു ഇപ്പോഴും ബ്ലീഡിങ് നിന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് അതിനുള്ള സാമഗ്രികളില്ല, അതുകൊണ്ട് തൃശ്ശൂർ ജൂബിലി മിഷൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് എൻ്റെ മക്കളും എല്ലാവരും കൂടി അവളെന്നെ ജൂബിലി മിഷൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി. കുഞ്ഞും ഞാനും അവിടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയും ജോബിളും കൂടിയിട്ട് അശ്വിനി ആസ്പത്രിയിൽ നിന്നു, കുഞ്ഞിനെ നോക്കി നിന്നു. അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കും, അവളെന്നെ ജൂബിലി മിഷൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയാറുണ്ട്. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് നേരം വെളുത്തൊരു 7 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു. ഇവിടെ അനിയൻ്റെ ഭാര്യ ജോബിൾ പോയിട്ട് ഫോൺ എടുത്ത് എന്നെ അറിയിക്കാറില്ല ഒന്നും. അപ്പോൾ അവൾ കരഞ്ഞു വരഞ്ഞ് കാണേ. അപ്പോൾ കരഞ്ഞു വന്നുകൊണ്ടപ്പോൾ ഞാൻ ചെന്ത് നീ കരയണേ, ചേച്ചിക്ക് ഇത്തിരി കൂടുതലാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത് കേട്ട വായന് ഇതുവരെ മാറിയില്ലേ മോളെ ചോദിച്ചു. ഇല്ല അമ്മേ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ യേശുവേന്ന് ഉള്ളിൽ വിളിച്ച് പറഞ്ഞു, യേശുവേ എൻ്റെ മോൾക്കൊന്നൊരു ആപത്തും വരുത്തല്ലേ, 4 കുട്ടികളുടെ അമ്മീന്, അവൾക്ക് ജീവൻ കൊടുക്കണേ, അവൾക്കൊന്നും വരുത്തല്ലേ യേശുവേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. ആ നേരത്ത് വലത്ത് വശത്ത് വന്നൊരു തട്ടിയിട്ട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നിൻ്റെ മോള് മരിച്ചിട്ടില്ല, അവൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ജോബിളിനോട് ഞാൻ പറഞ്ഞു, നീ ചേച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ മരിച്ചിട്ടൊന്നുമില്ല, നീ കരയൊന്നും വേണ്ട. ശക്തമായ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുള്ള ഒരു പറ്റം ആളുകൾ, കുറച്ചധികം ആളുകൾ സ്മിത ചേച്ചിയുടെ ചുറ്റും, സ്മിത ചേച്ചിയുടെയും മിസ് ജോർജ് ചേട്ടൻ്റെയും ചുറ്റും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയണം. അതിൻ്റെ ഫലമാണ് ചേച്ചി ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളാണെങ്കിലും എനിക്ക് ഒത്തിരി പേരോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അല്ലേ? ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ കോൺവെൻറ്റിലെ മദറും ഞങ്ങളൊരു ബന്ധുവായിരുന്ന സലേറിനമ്മ സിസ്റ്ററാണ്. ആ സിസ്റ്ററോടാണ് ഞങ്ങൾ ആദ്യം പറയുന്നത് ഇത്ര ഗൗരവമായിട്ടുള്ള അവസ്ഥ. സിസ്റ്റർ കുറച്ച് പ്രായമായിട്ടുള്ളതാണ്. സിസ്റ്ററോട് പറഞ്ഞു മുട്ടും നിന്നിട്ട് കൈ വിരിച്ച് പ്രാർത്ഥിക്കണം. സിസ്റ്ററുടെ ഒപ്പമുള്ള സിസ്റ്റർമാരും കൂടിയിട്ട് അവരാണ് ആദ്യം ഇതിനെ പ്രാർത്ഥനയ്ക്ക് ആരംഭം കുറിച്ചത്. അവർ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്കും പിന്നെ സാബു ബ്രദറിൻ്റെ അവിടേക്കും എല്ലായിടത്തേക്കും കുറേ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ഇവർക്ക് തിരിച്ച് പിന്നെയും വിളിക്കണം, കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ മക്കൾ പഠിക്കുന്ന നിർമ്മല മാതയിൽ ഷാൻമാരി സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിന് ഞാൻ ഇതുപോലെ സിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു മറ്റുള്ളവരുടെ രക്തമല്ല, ഈശോയുടെ രക്തം കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു തമ്പുരാൻ തന്നെ തിരിച്ചു തന്നു അല്ലേ? അല്ല, ഈശോയുടെ രക്തം കയറി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു സിസ്റ്റർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടി.